അപ്പം എൻ്റെ ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ ഒരു ഐറ്റിനറി ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് ഓൺ ചെയ്തിട്ട് വരാണോ അതോ ഡേ ലൈറ്റ് റണ്ണിങ് ലാംപ്സ് ഇവിടെ ഉണ്ടോ അവർക്കറിയാം. ശ്രീലങ്കയിൽ ഒരുപാട് ഫോറിൻ വണ്ടികളുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, വിദേശത്ത് വണ്ടികൾ ഇറക്കുമതി ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ടൈപ്പ് വണ്ടികളും കാണാം. ഞാനൊരു ഫോർഡ് റാപ്റ്റർ കണ്ടു, ഞാനൊരു കുറേ എന്താ പറയുക ലെക്സസ് കണ്ടു, പഴയ RX 350 ഒക്കെ, അതുപോലെ തന്നെ കുറേ അമേരിക്കൻ വണ്ടികൾ. അപ്പം അതിലൊന്ന് കുറേ ടൊയോട്ടയുടെ കുറേ വേണ്ട. നാട്ടിൽ ഹയാസ് ഉണ്ട്. നാട്ടിലിപ്പോൾ ഹയാസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് നാളായിട്ടില്ലായിരുന്നു. അപ്പോൾ ഹയാസ് ഇവിടെ ഉണ്ട്. ഹയാസ് നല്ലൊരു വർക്ക് ഹോഴ്സ് വണ്ടിയാണ്. എന്തുകൊണ്ട് നാട്ടിലത് ടൊയോട്ട ഇറക്കില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇറക്കുവാണെങ്കിൽ താഴത്ത് വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരു നാളെ പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ശ്രീലങ്കൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ 4 ദിവസമാണ് ഞാൻ ശ്രീലങ്കയിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ടിക്ക് ഓഫ് ചെയ്യണം. ഒന്ന്, ഒരു സിംഹള അല്ലെങ്കിൽ പിന്നെ ഒരു തമിഴ് മെജോറിറ്റി സ്ഥലത്ത് പോകണം. 2, അനുരാധപുര എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. ആ സിറ്റിക്ക് ചരിത്രപ്രധാനമായ കുറേ കാര്യങ്ങളുണ്ട്, വഴിയെ പറയാം. പിന്നെ ട്രിങ്കോമാലി, അതായത് അവിടെ തമിഴ് ഡോമിനൻ്റ് സ്ഥലമാണ്. അവിടെ തിരുക്കോണമലൈ എന്നാണ് അതിൻ്റെ പേര് തമിഴിൽ. അപ്പം ട്രിങ്കോമാലി അല്ലെങ്കിൽ ട്രിങ്കോ അല്ലെങ്കിൽ തിരുക്കോണമലൈ അത് ശ്രീലങ്കയുടെ അങ്ങേയറ്റമാണ്. അപ്പോൾ കൊളംബോ എവിടെയാണെങ്കിൽ അങ്ങേയറ്റമാണ് തിരുക്കോണമലൈ. അപ്പോൾ അവിടെ പോകണം. അവിടെ ഡൈവിംഗ് ഉണ്ട്. അപ്പം ശ്രീലങ്കയിൽ രണ്ട് സ്ഥലത്താണ് ഡൈവിംഗ് നടക്കുന്നത്. ഒന്ന് ഓക്കെ, ഇത്ര നേരം ഈ സാധനം ഓക്കെ, ഇത്ര നേരം എൻ്റെ ഇത് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്, അല്ല റോഡ് ആരും കണ്ടിട്ടില്ല. സോറി, പ്രേക്ഷകരോട് അതിന് ക്ഷമയായിരിക്കുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ സൗത്തിൽ നീന്തൽ നടക്കുമ്പോൾ നോർത്തിൽ മഴയായിരിക്കും, അവിടെ നീന്തൽ നടക്കത്തില്ല, ഡൈവിങ്. അപ്പോൾ ഇപ്പം നോർത്തിൽ സീസണാണ്, അതായത് ട്രിങ്കോയിൽ സീസണാണ്. അപ്പോൾ അവിടെ ഡൈവിങ് നടക്കാം, സ്കൂബ ഡൈവിങ്, പാഡി 102 എന്തൊക്കെയുണ്ട്. ഈ പാഡി എന്ന് പറഞ്ഞാൽ ഡൈവിങ് ലെവലാണ്, ഡൈവിങ് കോഴ്സ്. ഒരു ഓവർടേക്കിംഗ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വളയ്ക്കാനുള്ള ഉദ്ദേശം ഓവർടേക്കിംഗ് ആണ് ഉദ്ദേശം, ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പം പാഡി, അപ്പോൾ ഡൈവിങ് നടത്തണം. ട്രിങ്കോണമലൈ ഡൈവിങ് നടത്തിയിട്ട് പിന്നെ അവിടെ തിരിച്ച് സിംഗിരിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ലയൺ റോക്ക് ഉള്ളത്. അപ്പം ലയൺ റോക്കിൽ കയറണം, അതും ഭയങ്കര ചരിത്രപ്രധാനമായ സ്ഥലമാണ്. അതാണ് മെയിൻ അജൻഡാസ്. പിന്നെ കാൻഡി, നുവാറവേലി അങ്ങനത്തെ ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്നും ഓടിക്കണം. അപ്പോൾ ഇതിപ്പോൾ ലോ ലൈങ് ഏരിയയാണുള്ള അവസാനം ഒരു ചെറിയ ടോപ്പിത്തൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സമാധാനമായിട്ടൊരു ഹൈ റേഞ്ചിൽ നുവാറവേലിയ എല്ലാ കാൻഡി പോലത്തെ സ്ഥലത്തൊക്കെ എനിക്ക് സോറി കേട്ടോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യത്തെ ദിവസം ശ്രീലങ്കയിൽ, 3ാമത്തെ ദിവസമാണെങ്കിൽ നോക്കായിരുന്നു. അപ്പോൾ ട്രിങ്കോമാലി കഴിഞ്ഞ് സിഗരിയ കഴിഞ്ഞ് ഹൈ റേഞ്ച് കഴിഞ്ഞ് തിരിച്ച് നെഗോംബോ വരണം. ഈ ശ്രീലങ്ക എയർപോർട്ട് ശരിക്കും കൊളംബോയിലല്ല, ശ്രീലങ്ക എയർപോർട്ട് ശരിക്കും നെഗോംബോ എന്നുള്ള സ്ഥലത്താണ്. അത് വേറൊരു സാറ്റലൈറ്റ് സിറ്റി എന്നാണ് പറയാം ശ്രീലങ്കയുടെ. ഈ പണ്ടായിരത്തിന് ഒരു ഗിയർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നേരെ തട്ടിക്കൊണ്ടിരിക്കുന്നു. ആ എഞ്ചിനങ്ങ് കിടന്ന് കരയുകയാണ് എൻ്റെ എക്സ്പ്രസ്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ അത് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതൊട്ടും സേഫല്ല, ഞാനൊട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ പല കാര്യങ്ങളും നോക്കി എനിക്ക് ആ ഡൈവിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹവും, പിന്നെ സിഗിരിയ മലയുടെ മേളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹവും, പിന്നെ ആ കാൻഡി മലനിരകൾ, നുവാറവേലിയ മലനിരകളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ആദ്യത്തെ ദിവസം ഇത്ര ഓടി എത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും ദിവസം അധികം ഓടാനുണ്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ട്രിപ്പിന് വരാൻ സമ്മതിച്ച് തന്നെ ഉണ്ട് നല്ല മനസ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ ആള് കുറച്ചും കൂടെ ഡെസ്പാണ്. അതുകൊണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞില്ല ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെന്ന് ചെറിയൊരു സൂചനയൊക്കെ കൊടുത്തു. പക്ഷെ
ആ എഫക്റ്റിൽ ഞാൻ പറഞ്ഞില്ല, അതായത് ആദ്യ ദിവസം തന്നെ ഈ 10-250 കിലോമീറ്റർ ഓടിക്കണം എന്നുള്ള എഫക്റ്റ് ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 6:45 എത്തുന്നതാണ് പറയുന്നത്. ലെറ്റ്സ് സീ, 109 കിലോമീറ്ററും കൂടെ ഉണ്ട്. കിലോമീറ്റർ ഒന്നും നോക്കുന്നില്ല. ഇത്രയും തന്നെ എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് സോളോ ട്രിപ്പിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ ക്യാമറ ഘടിപ്പിച്ചിട്ട് എന്ന് പറയുന്നതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് സുഖം കിട്ടുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സുഖം കിട്ടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. നാട്ടുകാരൊന്നും കാണാൻ പോകുന്നില്ലല്ലോ ഇപ്പോൾ ഡിസ്ലൈക്ക്, താങ്ക്സ് ടു ഗൂഗിൾ. അപ്പോൾ ഇനി വേറെ ഒരു ഞാൻ ഇനി ഒന്ന് പോസ്റ്റ് നോക്കട്ടെ. ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. ക്യാമറ ഓഫല്ല, പാരലൽ റെയിൽവേ ലൈൻ. ഇതിൻ്റെ ഒരു സംഗതി കണ്ടെത്തണമല്ലോ.